ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മോണിറ്ററി പോളിസി ആണ്. പ്രൈമർലി 3 ടൈപ്പുകളാണ് നമുക്ക് മോണിറ്ററി പോളിസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി, സെക്കൻഡ് വൺ കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി, തേർഡ് വൺ അൺകൺവെൻഷണൽ മോണിറ്ററി പോളിസി. മണി സപ്ലൈനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള മെഷേഴ്സിനെ എടുക്കുന്നതാണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. പ്രൈമർലി അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു എക്കണോമിക് ഗ്രോത്ത് ആണ് RBI എയിം ചെയ്യുന്നതെങ്കിൽ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയാണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് ഒത്തിരി മണി എത്തിച്ചേരും, മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അപ്പം ഇതിനെയാണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ലൂസ് മണി പോളിസി അല്ലെങ്കിൽ ഈസി മണി പോളിസി എന്ന് നമ്മൾ വിളിക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് നമ്മൾ കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി എന്ന് വിളിക്കുന്നത്. ഇൻഫ്ലേഷനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻഫ്ലേഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുകളെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് മണി സപ്ലൈനെ ഡിക്രീസ് ചെയ്യാനുള്ള RBIയുടെ പോളിസീസിനെയാണ് നമ്മൾ കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ടൈറ്റ് മോണിറ്ററി പോളിസി എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ബോറോയിങ്സ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ആളുകൾക്ക് ബോറോ ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. ഇങ്ങനെ മണി സപ്ലൈനെ എക്കോണമിയിൽ റെഡ്യൂസ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തേതാണ് അൺകൺവെൻഷണൽ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. കോളേജസിലൊക്കെ പഠിക്കുന്ന RBIയുടെ റിപ്പോ, റിവേഴ്സ് റിപ്പോ റേറ്റ് അങ്ങനെയുള്ള കൺവെൻഷൻ മോണിറ്ററി പോളിസീസിന്റെ ഫെയിലിയറിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കൺവെൻഷണൽ മോണിറ്ററി പോളിസി എക്കോണമിയിൽ വർക്ക് ആകാതെ വരുന്ന സിറ്റുവേഷൻസിൽ RBI യൂസ് ചെയ്യുന്ന ചില മെത്തേഡ്സിനെയാണ് നമ്മൾ അൺകൺവെൻഷണൽ മോണിറ്ററി പോളിസി എന്ന് വിളിക്കുക. അവിടെയാണ് നമ്മൾ യൂഷ്വലി കാണുന്ന അസറ്റ് പർച്ചേസിംഗ് പ്രോഗ്രാം, ക്രെഡിറ്റ് ഈസിങ്, നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്, ഹെലികോപ്റ്റർ മണി, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള മെഷേഴ്സിനെ RBI എടുക്കുന്നത്. ഇത് വളരെ ടെമ്പററി ആയിട്ട് മാത്രമായിരിക്കും ഇങ്ങനെയുള്ള മെഷേഴ്സിനെ യൂസ് ചെയ്യുക. ഒരിക്കലും അതൊരു ലോങ് ടേമിലേക്ക് RBI യൂസ് ചെയ്യത്തില്ല. ലോങ് ടേമിൽ നമ്മൾ പഠിച്ചിട്ടുള്ള RBIയുടെ റിപ്പോ, റിവേഴ്സ് റിപ്പോ, SLR, CRR ഇങ്ങനെയുള്ള റേറ്റുകളെ തന്നെയായിരിക്കും യൂസ് ചെയ്യുക. അതായത് നമുക്കറിയാം ഡീപ് റിസഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള എക്കോണമിക് സിറ്റുവേഷന്റെ സമയത്ത് ഈ കൺവെൻഷണൽ മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസ് വളരെ നെഗറ്റീവോ അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് ഇല്ലാതാകുന്നു. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ കൺവെൻഷണൽ മോണിറ്ററി പോളിസിനെ തിരിച്ച് എഫക്റ്റീവ്നെസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചില മെഷേഴ്സിനെയാണ് നമ്മൾ അൺകൺവെൻഷണൽ മോണിറ്ററി പോളിസി എന്ന് വിളിക്കുക. 2008 ഫൈനാൻഷ്യൽ ക്രൈസിസിന്റെ സമയത്ത് US യൂസ് ചെയ്ത ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗ് എന്ന് പറയുന്നത് ഈ ഒരു അൺകൺവെൻഷണൽ മോണിറ്ററി പോളിസിയുടെ ഭാഗമാണ്. തന്നെ UGC നെറ്റ്, കേരള PSC HSST എക്കണോമിക്സ്, ദെൻ കേരള സെറ്റ് പോലുള്ള എക്സാംസിന്റെ കോച്ചിങ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്